ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ചരിത്രമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ഭാരതീയനെക്കുറിച്ചാണ്. ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്ന കാലത്ത് അറിവിൻ്റെ വെളിച്ചം നൽകിയ മണ്ണ്. ഗംഗയും കാവേരിയും ഒഴുകുന്ന ഈ പുണ്യഭൂമിയിൽ കാലം മായ്ക്കാത്ത എത്രയോ സ്നേഹത്തിൻ്റെയും ധീരതകളുടെയും കഥകളുണ്ട്. നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന ആ പഴയ കഥകളിലെ രാജാക്കന്മാരും പണ്ട് നമ്മൾ പാഠപുസ്തകങ്ങളിൽ മറന്നുപോയ ആ വിപ്ലവകാരികളും അവരൊക്കെ ആരായിരുന്നു? അയൽക്കാരനെ സ്നേഹിക്കാനും അതിഥിയെ ദൈവമായി കാണാനും പഠിപ്പിച്ച നമ്മുടെ സംസ്കാരം എവിടെ നിന്ന് തുടങ്ങി? വരും തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഇന്ത്യയുടെ ആ യഥാർത്ഥ ചരിത്രം വളരെ ലളിതമായി സ്നേഹത്തോടെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഇത് നമ്മുടെ കഥയാണ്. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യവർഗം പുറപ്പെട്ടു. ആ യാത്രയിൽ ചിലർ ഇന്ത്യയുടെ തീരങ്ങളിലെത്തി. അവർക്ക് രാജ്യം അറിയില്ല, ഭാഷയുടെ സങ്കീർണതയില്ല. പക്ഷേ അവർക്കുണ്ടായിരുന്നു ജീവിക്കാനുള്ള അതിശക്തമായ ആഗ്രഹം. മധ്യപ്രദേശിലെ ഭിംബേട്ക ഗുഹകളിൽ ഇന്നും കാണാം പാറച്ചിത്രങ്ങൾ. വേട്ടയാടുന്ന മനുഷ്യർ, മൃഗങ്ങളുടെ രൂപങ്ങൾ, നൃത്തം ചെയ്യുന്ന ഗോത്രങ്ങൾ. അത് ഇന്ത്യയുടെ ആദ്യ കഥ പറച്ചിൽ. കാലം മുന്നോട്ടു നീങ്ങി. മനുഷ്യൻ വേട്ടയാടലിൽ നിന്ന് കൃഷിയിലേക്ക് മാറി. ഗംഗയും സിന്ധുവും പോലെയുള്ള നദികളുടെ തീരങ്ങളിൽ മനുഷ്യർ സ്ഥിരതാമസം തുടങ്ങി. ഗ്രാമങ്ങൾ രൂപപ്പെട്ടു, സമൂഹങ്ങൾ രൂപപ്പെട്ടു. ഇതാണ് സംസ്കാരത്തിന്റെ വിത്ത്. ഇതൊരു രാജ്യത്തിന്റെ ചരിത്രമല്ല, ഇതൊരു സംസ്കാരത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്കുള്ളിലൂടെയുള്ള യാത്രയാണ്. ഏകദേശം 4600 വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദിയുടെ തീരങ്ങളിൽ ഒരു അത്ഭുതം ജനിച്ചു. ഇന്ന് നമ്മൾ അതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഹാരപ്പയും മോഹൻജിദാരയും പോലെയുള്ള നഗരങ്ങൾ സാധാരണ ഗ്രാമങ്ങളായിരുന്നില്ല. അവ ക്രമീകരിച്ച വീഥികളും പുത്തൻ കാലത്തെ നഗരങ്ങളെപ്പോലും രചിപ്പിക്കുന്ന മലിനജല സംവിധാനങ്ങളുമുള്ള ഒരു വലിയ നഗരങ്ങളായിരുന്നു. വീടുകൾ എല്ലാം ഒരേ രീതിയിൽ പണിതീർത്തിരിക്കുന്നു. ഓരോ വീട്ടിലും കിണർ, ഓരോ വഴിയിലും ഡ്രെയിനേജ്. അവർക്ക് എഴുത്തുണ്ടായിരുന്നു, മുദ്രകൾ ഉണ്ടായിരുന്നു, വ്യാപാര ബന്ധങ്ങൾ മെസ്സൊപ്പൊട്ടോമിയ വരെ എത്തി. എന്നാൽ ഇന്നും നമ്മൾ അറിയാത്ത ഒരു വലിയ രഹസ്യം അവിടെയുണ്ട്. എന്തുകൊണ്ട് ആ മഹാസംസ്കാരം അപ്രത്യക്ഷമായി? കാലാവസ്ഥ മാറ്റമോ, നദിയുടെ വഴിമാറ്റമോ, അല്ലെങ്കിൽ മറ്റു സാമൂഹിക കാരണങ്ങളോ? സിന്ധു സംസ്കാരം മായുമ്പോൾ ഇന്ത്യയുടെ കഥ അവസാനിച്ചില്ല, പുതിയൊരു അധ്യായം ആരംഭിച്ചു. വേദങ്ങളുടെ കാലഘട്ടം. ഋഗ്വേദ എന്ന പ്രാചീന ഗ്രന്ഥത്തിൽ നമുക്ക് ഒരു പുതിയ സമൂഹത്തിന്റെ ശബ്ദം കേൾക്കാം. അവിടെ ദേവന്മാരെ സ്തുതിക്കുന്ന സൂക്തങ്ങളുണ്ട്. അഗ്നിയെയും ഇന്ദ്രനെയും വരുണനെയും വിളിച്ചു പറയുന്ന യജ്ഞങ്ങളുണ്ട്. ആര്യന്മാർ ഇന്ത്യയിൽ എത്തിയതോ എന്ന ചർച്ച ഇന്നും തുടരുന്നു. എന്നാൽ അവരുടെ കാലത്ത് സമൂഹം വർണ്ണവ്യവസ്ഥയിലൂടെ ക്രമീകരിക്കപ്പെട്ടു. ബ്രാഹ്മണർ പൂജ നടത്തി, ക്ഷത്രിയർ ഭരണവും യുദ്ധവും കൈകാര്യം ചെയ്തു, വൈശ്യർ വ്യാപാരം ചെയ്തു, ശൂദ്രർ സേവന മേഖലയിൽ പ്രവർത്തിച്ചു. ഇന്ത്യയുടെ സാമൂഹിക ഘടന രൂപം കൊണ്ടത് ഈ കാലഘട്ടത്തിലാണ്. കാലം പിന്നെയും മുന്നോട്ട് നീങ്ങി. ചെറിയ രാജ്യങ്ങൾ വളർന്നു വലിയ ശക്തികളായി. 16 മഹാജനപദങ്ങൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിലനിന്നു. അവയിൽ ഏറ്റവും ശക്തമായത് മഗധയായിരുന്നു. അവിടെ നിന്നാണ് ഒരു യുവാവ് ഉയർന്നത്, ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്തയെ വഴി നടത്തിയത് ചാണക്യ എന്ന ഒരു അതുല്യ ബുദ്ധിജീവി. അവർ ചേർന്നു ഇന്ത്യയുടെ ആദ്യ വലിയ സാമ്രാജ്യം സൃഷ്ടിച്ചു, മൗര്യ സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയായിരുന്നു അശോക ചക്രവർത്തി. അശോക ചക്രവർത്തി ശക്തനായ യോദ്ധാവായിരുന്നു. പക്ഷേ അശോക ചക്രവർത്തിയുടെ ജീവിതം മാറ്റിമറിച്ചത് ഒരു യുദ്ധമായിരുന്നു, കലിംഗ വാർ. ആ ഒരു യുദ്ധഭൂമിയിൽ പതിഞ്ഞ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അശോക ചക്രവർത്തിയുടെ മനസ്സിനെ തകർത്തു. വാളുപേക്ഷിച്ച് അശോക ചക്രവർത്തി ധർമ്മത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ചൈനയിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും പടർന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു രാജകുമാരൻ തന്റെ കൊട്ടാരം ഉപേക്ഷിച്ചു. അവന്റെ പേര് ഗൗതമ ബുദ്ധ. ജീവിതത്തിന്റെ ദുഃഖം കണ്ടപ്പോൾ അവൻ സത്യത്തെ തേടി പുറപ്പെട്ടു. അവൻ പറഞ്ഞത് മാധ്യമമാർഗം, അഹിംസയും കരുണയും. അതുപോലെ തന്നെ മഹാവീര പരമ അഹിംസയുടെ സന്ദേശം ലോകത്തിന് നൽകി. കാലം വീണ്ടും മാറി. ഗുപ്തന്മാരുടെ കാലത്ത് ഇന്ത്യ ഒരു സ്വർണ്ണ യുഗം അനുഭവിച്ചു. ഗുപ്ത എംപയർ കലയും സാഹിത്യവും ശാസ്ത്രവും കൊണ്ട് തിളങ്ങി. ആര്യഭട്ട പൂജ്യം ലോകത്തിന് സമ്മാനിച്ചു. ഗ്രഹണങ്ങളെ ശാസ്ത്രീയമായി വിശദീകരിച്ചു.
പിന്നീട് വടക്കേ ഇന്ത്യയിൽ ദില്ലി സുൽത്താനത്ത് രൂപപ്പെട്ടു. ദില്ലി സുൽത്താനത്ത് അലാവുദ്ദീൻ ഖിൽജി പോലെയുള്ള ഭരണാധികാരികൾ ശക്തമായ സൈനിക സംവിധാനങ്ങൾ സൃഷ്ടിച്ചു. അതിനുശേഷം ഇന്ത്യ കണ്ടു മുഗൾ സാമ്രാജ്യത്തിന്റെ വളർച്ച. മുഗൾ എംപയർ. അക്ബർ മത സഹിഷ്ണുതയ്ക്ക് പ്രാധാന്യം നൽകി. ഷാജഹാൻ ലോകാത്ഭുതമായ താജ്മഹൽ പണിതു. പക്ഷേ 1600-കളിൽ കടൽ മാർഗം യൂറോപ്യൻ വ്യാപാരികൾ എത്തി. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തി. പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരത്തിലൂടെ ഭരണത്തിലേക്ക് കടന്നു. 1857-ലെ വിപ്ലവം ഇന്ത്യയുടെ ആദ്യ വലിയ പൊട്ടിത്തെറിയായിരുന്നു. ഇന്ത്യൻ റെബലിയൻ ഓഫ് 1857. പിന്നീട് സ്വാതന്ത്ര്യ സമരം ശക്തമായി. മഹാത്മാഗാന്ധി അഹിംസയുടെ വഴിയിലൂടെ ലോകത്തെ ഞെട്ടിച്ചു. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ആയുധ സമരം നടത്തി. 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. എന്നാൽ അതോടൊപ്പം വന്നു വിഭജനം, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ന് ഇന്ത്യ ഒരു ആധുനിക രാഷ്ട്രമാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചന്ദ്രനിലെത്തി. ചന്ദ്രയാൻ 3 ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു. ഇതാണ് ഇന്ത്യക്കാരുടെ കഥ. ഒരു ജനതയുടെ ചരിത്രമല്ല, ഒരു സംസ്കാരത്തിന്റെ ശ്വാസം. ഇന്ത്യ ഒരു രാജ്യം മാത്രമല്ല, ഇത് അനവധി ഭാഷയുടെ ശബ്ദമാണ്, വിവിധ മതങ്ങളുടെ വിശ്വാസമാണ്, അനവധി സംസ്കാരങ്ങളുടെ സംഗമമാണ്. ഇത് പോരാട്ടത്തിൻ്റെ കഥയാണ്, ത്യാഗത്തിൻ്റെ കഥയാണ്, പുനരുജ്ജീവനത്തിൻ്റെ കഥയാണ്. ഇന്ത്യയുടെ ഈ ആയിരക്കണക്കിന് വർഷങ്ങളായ ഈ ചരിത്രയാത്ര നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. അത് ഈ കഥ കൂടുതൽ ആളിലേക്ക് എത്താൻ സഹായിക്കും. ഇന്ത്യയുടെ മറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങൾ, യഥാർത്ഥ കഥകൾ, അറിയപ്പെടാത്ത സത്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഇത്തരം വീഡിയോകൾക്കായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.